നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ KYC, ബാങ്ക് അക്കൗണ്ട് പരിശോധന, ഭൂമി വിവരങ്ങളുടെ പരിശോധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ LPG KYC, പെൻഷൻ മസ്റ്ററിംഗ്, വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ലഭിക്കുന്ന സഹായം, ഓണം ആനുകൂല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പെൻഷൻ ഓണത്തിന് മുൻപ് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല പ്രധാനപ്പെട്ട ഇന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് PM കിസാൻ പദ്ധതിയെക്കുറിച്ച് നോക്കാം. PM കിസാൻ അഥവാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണിത്. യോഗ്യരായ ഭൂമിയുള്ള കർഷക കുടുംബങ്ങൾക്ക് വർഷത്തിലാകെ 6000 രൂപ 3 തുല്യ ഗഡുക്കളായി നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ PM കിസാൻ പദ്ധതി. അതായത് സാധാരണ ഒരു ഗഡു 2000 രൂപ എന്ന രീതിയിലാണ് സഹായം ലഭിക്കുന്നത്. പണം നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് DBT സംവിധാനത്തിലൂടെയാണ് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ PM കിസാൻ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് മാത്രം മതിയാവില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിവരങ്ങൾ ശരിയായിരിക്കണം, KYC പൂർത്തിയായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയായിരിക്കണം, ആധാർ സംബന്ധമായ വിവരങ്ങൾ പ്രശ്നമുണ്ടാകരുത് എന്നുള്ള കാര്യം പറയേണ്ടത്. അതുപോലെ ഭൂമി സംബന്ധമായ വിവരങ്ങളും സംസ്ഥാനത്തിന്റെ പരിശോധനാ സംവിധാനങ്ങളിൽ ശരിയായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കിനി CSC സെൻട്രലിൽ ചെന്നോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് KYC പൂർത്തിയാക്കാൻ സാധിക്കും. അതിന് ആധാർ നമ്പർ ഉപയോഗിച്ച് വെരിഫിക്കേഷൻ നടത്തുക. മൊബൈലിൽ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ആദ്യം പോവുക, അതിനുശേഷം ആധാർ നമ്പർ ഉപയോഗിക്കുക, വെരിഫിക്കേഷൻ നടത്തുക. OTP ലഭിക്കുന്നത് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ആവശ്യമായി വരും. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ OTP വെരിഫിക്കേഷൻ സാധിക്കുന്നില്ലെങ്കിൽ സമീപത്തെ CSC സെന്ററുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി പല കർഷകരും മറക്കുന്ന കാര്യമാണ് PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളത്. നോ യുവർ സ്റ്റാറ്റസ് സംവിധാനത്തിൽ പേയ്മെന്റ് സ്റ്റാറ്റസ്, ബാങ്ക് ഇൻഫർമേഷൻ, UTR നമ്പർ, പേയ്മെന്റ് മോഡ്, അക്കൗണ്ട് ക്രെഡിറ്റർ തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കും. അതിനാൽ അടുത്ത ഗഡുവിനായി കാത്തിരിക്കുന്നവർ ആദ്യം സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ്. അടുത്ത പ്രധാന കാര്യം ബാങ്ക് അക്കൗണ്ടാണ്. PM കിസാൻ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. അതിനാൽ ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, ബാങ്കിലെ പേര്, IFSC, ബാങ്ക് വിവരങ്ങൾ, DBT സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പരിശോധിക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആണോ, അക്കൗണ്ട് അടച്ചിട്ടുണ്ടോ, പേര് തെറ്റാണോ, ആധാർ സീഡിംഗ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ലാൻഡ് സീഡിംഗ്, PM കിസാൻ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് കർഷകന്റെ ഭൂമി വിവരങ്ങൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങളുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ മിസ്മാച്ച് ഉണ്ടെങ്കിൽ പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ, പണം മുടങ്ങിയേക്കും. അതുപോലെ ഫാർമർ രജിസ്ട്രി, കേരളത്തിൽ ഫാർമർ രജിസ്ട്രി സംവിധാനത്തിലൂടെ കർഷകർക്ക് യൂണിക് ഫാർമർ ID ലഭിക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. കേരളത്തിലെ ഫാർമർ രജിസ്ട്രിയുടെ ഔദ്യോഗിക പോർട്ടലും ഈ ഫാർമർ ID വിഭാഗത്തിലെ സർക്കാർ കാർഷിക ആനുകൂല്യങ്ങളിലേക്കും സേവനങ്ങളിലേക്കും ആക്സസ് ലഭിക്കാൻ സഹായിക്കുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു സാധാരണ കാർഡ് മാത്രമെന്ന രീതിയിൽ കാണേണ്ടതില്ല. കർഷകന്റെ തിരിച്ചറിയൽ, ഭൂമി വിവരങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ കൂടുതൽ ഏകീകരിച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമാണ് ഫാർമർ രജിസ്ട്രിയെ കാണേണ്ടത്. ഫാർമർ ID ഭാവിയിൽ വിവിധ സർക്കാർ കാർഷിക സേവനങ്ങളും പദ്ധതികളും ലഭിക്കുന്നതിനുള്ള ഒരു പ്രധാന തിരിച്ചറിയൽ സംവിധാനമായി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫാർമർ ID ഉണ്ടാക്കിയാൽ PM കിസാന്റെ 2000 രൂപ ഓട്ടോമാറ്റിക്കായി ലഭിക്കുമെന്നല്ല. PM കിസാന്റെ അതിൻ്റെതായ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കേരള ഫാർമർ രജിസ്ട്രിയുടെ ഔദ്യോഗിക പോർട്ടലിൽ ഫാർമർ ID ലഭിക്കുന്നതിനുള്ള കർഷക രജിസ്ട്രേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കാര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആധാർ, ഭൂമി സംബന്ധമായ വിവരങ്ങൾ, ആവശ്യമായ വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയവ വെരിഫിക്കേഷൻ പ്രക്രിയയിൽ ആവശ്യമായി വരാം. ഇനി പുതിയ കർഷകർക്ക് PM കിസാൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒഫീഷ്യൽ PM കിസാൻ പോർട്ടലിൽ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. ആധാർ ഓതന്റിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് രജിസ്ട്രേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ പേരിൽ തെറ്റായ ഭൂമി വിവരങ്ങൾ ഉപയോഗിച്ച് വ്യാജരേഖകൾ നൽകി രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കരുത്. കൃത്യമായ യഥാർത്ഥ വിവരങ്ങളും എല്ലാം നോക്കിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. PM കിസാൻ പദ്ധതിയിൽ എല്ലാവർക്കും 2000 രൂപ ലഭിക്കണമെന്നില്ല. പദ്ധതിയിൽ എക്സ്ക്ലൂഷൻ കാറ്റഗറീസ് ഉണ്ട്. ഉദാഹരണത്തിന് ചില ഉയർന്ന സാമ്പത്തിക വിഭാഗങ്ങൾ, ചില സർക്കാർ ജീവനക്കാർ, ചില പെൻഷൻ വിഭാഗങ്ങൾ, അതുപോലെ ഇൻകം ടാക്സ് പേയേഴ്സ്, ചില പ്രൊഫഷണൽസ് തുടങ്ങിയവർക്ക് സ്കീം എലിജിബിലിറ്റി ബാധകമല്ലാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്.
ഇനി എത്രയും വേഗം LPG ഗ്യാസ് EKYC ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇന്നാണ് അവസാന തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ചില വിഭാഗങ്ങൾക്കായി ഇംബിച്ചി ബാവ ഹൗസിംഗ് സ്കീം സംബന്ധിച്ച സഹായം ശ്രദ്ധിക്കേണ്ടതാണ്. ലഭ്യമായ സർക്കാർ ആസൂത്രണ രേഖകൾ പ്രകാരം ഈ പദ്ധതിയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഡിവോഴ്സീസ്, അതുപോലെ വിധവകൾ, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് ഹൗസിംഗ് സപ്പോർട്ട്, റിനോവേഷൻ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കുമുള്ള പൊതുവായ വീട് റിപ്പയറിംഗ് സ്കീം എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ബുദ്ധ, ജൈന, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ഒരു ക്രിസ്ത്യൻ എന്നീ ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ഒരു ഇംബിച്ചി ബാവ ഭവന പദ്ധതി ലഭ്യമായിരിക്കുന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓണം അടുത്തെത്തുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും വിവിധ വിഭാഗം തൊഴിലാളികൾക്കും ലഭിക്കുന്ന ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, അതുപോലെ അഡ്വാൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമാണ്. ഇവയിൽ ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത ഉത്തരവുകളും വ്യത്യസ്ത എലിജിബിലിറ്റി കണ്ടീഷൻസും ഉണ്ടായേക്കാം. അതുകൊണ്ട് 4500 രൂപ ബോണസ്, അതുപോലെ 20,000 രൂപ അഡ്വാൻസ് എന്നിങ്ങനെ ഒരു വിഭാഗത്തിന് ബാധകമായ തുക എല്ലാവർക്കും ലഭിക്കുമെന്ന് കരുതരുത്. ആശാ വർക്കേഴ്സ്, അംഗനവാടി വർക്കേഴ്സ്, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഗവൺമെന്റ് എംപ്ലോയീസ് എന്നിങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉത്തരവുകളും മാനദണ്ഡങ്ങളും ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ: മസ്റ്ററിംഗ് സംബന്ധമായ നിർദ്ദേശങ്ങൾ വന്നാൽ അത് സമയത്ത് പൂർത്തിയാക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ സിസ്റ്റമിൽ ശരിയായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. കാരണം പിന്നീട് പേയ്മെന്റ് സംബന്ധമായ കാര്യങ്ങൾ ലഭിക്കേണ്ട സാഹചര്യത്തിൽ ആക്റ്റീവ് മൊബൈൽ നമ്പർ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യം. PM കിസാൻ, EKYCയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിങ്ങും ഒരേ നടപടിയല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം പല മാധ്യമങ്ങളിലും മസ്റ്ററിങ്, PM കിസാൻ മസ്റ്ററിങ് എന്ന് പറഞ്ഞ് പല വാർത്തകളും കാണുന്നുണ്ട്. ഇനി PM കിസാന്റെ പണം വന്നു എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള ചോദ്യമുണ്ട്. PM കിസാൻ പോർട്ടലിലെ നോ യുവർ സ്റ്റാറ്റസ് സംവിധാനം ഉപയോഗിച്ച് പേയ്മെന്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ പേയ്മെന്റ് സ്റ്റാറ്റസ്, ബാങ്ക് നെയിം, UTR നെയിം നമ്പർ, അതുപോലെ പേയ്മെന്റ് മോഡ്, അക്കൗണ്ട് ക്രെഡിറ്റഡ് ഡേറ്റ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകാം. അതുകൊണ്ട് ബാങ്കിൽ പണം വന്നില്ലെന്ന് നോക്കി മാത്രം തീരുമാനിക്കാതെ ഒഫീഷ്യൽ സ്റ്റാറ്റസ് കൂടി പരിശോധിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ, ആധാർ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. OTP പറയരുത്. ATM പിന്നും ബാങ്ക് പാസ്ബുക്കും ആരുമായും ഷെയർ ചെയ്യരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ PM കിസാൻ വിതരണം 24ാം വിതരണം ഒക്ടോബർ മാസത്തിൽ വിതരണം ആരംഭിക്കുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടത് അനിവാര്യമാണ്. ജൂൺ 20-നാണ് 23ാം ഗഡു വിതരണം ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ലഭിക്കാത്തവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.